മോൾ എന്തിനെങ്കിലും കാരണമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നീ ഒന്നും നേടുന്നില്ലെന്നും എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഒരു ഉത്കണ്ഠയും വേണ്ട. 2 ദിവസം കഴിഞ്ഞാൽ ശ്രീകുട്ടിക്ക് എണീറ്റിരിക്കാനാവും. മോൾ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാ മതി. മോളിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. ആ, എന്താ മോള് വെച്ചോ. ഞാൻ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ശരി അച്ഛാ. എന്താടാ പെട്ടെന്ന് അവൾക്കൊരു മാറ്റം വന്നത്? ക്ഷേത്രത്തിൽ പോയി വന്ന ശേഷം അവൾ മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്കിടെ അമ്മൂനെ പോയി നോക്കാൻ മുത്തശ്ശൻ പറഞ്ഞിരുന്നു. ദേവി, അവിടെ നിന്റെ കണ്ണീരും സങ്കടവും കണ്ടു. എന്നത്തെയും പോലെ എന്നെ പരീക്ഷിച്ച് മടുത്തല്ലേ. ഒടുവില് എന്റെ ചേച്ചിയെ തിരിച്ചു തരാൻ മനസ്സ് വന്നല്ലോ. അമ്മയ്ക്ക് പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാനില്ലേ, ജനിച്ച നാള് മുതല് ദേവി എന്നെ പരീക്ഷിക്കല്ലേ. ഇന്ന് വരെ എന്റെ കാര്യത്തിൽ പരിഭവം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ രാജകുമാരനും ഒരു ദോഷം വരാതെ കാത്തുകൊള്ളണം. ഒരു ജീവനാണ് നഷ്ടമാവേണ്ടതെങ്കിൽ എന്റെ ജീവൻ എടുത്തോടെ. എന്റെ ചേച്ചിക്ക് അദ്ദേഹത്തിന് നേരെ വരുന്ന ഏതാപത്തും എന്നിൽ മാത്രം വന്ന് പതിക്കാൻ കരുണ കാട്ടണേ. അവര് 2 അല്ല 1. ഒരാളില്ലാതെ മറ്റൊരാളില്ല. എനിക്ക് വേണ്ടത് അവരുടെ സന്തോഷം മാത്രം. എന്റെ ചേച്ചിയെ തിരിച്ചു തന്നതിന് ഞാൻ എന്താ ദേവിക്ക് പകരം തരണ്ടേ? എന്ത് പൂജ ചെയ്താ ഞാൻ അമ്മയെ സന്തോഷിപ്പിക്കണ്ടേ? സങ്കടം കൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ദേവി പൊറുക്കണേ. സ്വാതിക്ക് വന്ന മാറ്റം അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. അവളെ ആരെങ്കിലും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രഭയങ്ങളാവും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ അല്പം മുമ്പ് വരെ. നിനക്കോ സാധിക്കോ എന്തെങ്കിലും ദോഷം സംഭവിച്ചാ അമ്മൂനത് സഹിക്കാനാവില്ല. ലക്ഷ്മി എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാതിയെ പറ്റിയുള്ള ഒരാശങ്കയും അവളോട് ആരും പറയരുത്. നീ അത് ഇവിടെ ഉള്ളവരോടും പറഞ്ഞേക്ക്. നീ ചിരിക്കാനും തുടങ്ങിയോ? ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നീ തയ്യാറല്ല. ഇപ്പൊ എന്താ നിന്റെ ദൈവം മുന്നിൽ വന്ന് വെളിപ്പെടുത്തി തന്നോ? പറ. അത് ചേച്ചിയുടെ അച്ഛനെ ഞാൻ വിളിച്ചു. നീ കുറച്ച് പക്വത കാണിക്കും ലക്ഷ്മി. ഒന്നും അല്ലെങ്കിലും സ്വാതിയുടെ നില ക്രിട്ടിക്കൽ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരോ? സഞ്ജന പറഞ്ഞപ്പോ ഞാൻ കരുതി. സഞ്ജന എന്തിനു കുറ്റം പറയണം? അവള് പുറത്ത് നിൽക്കുന്ന പെണ്ണ. അതുപോലെയാണോ നീ? ഒരാൾ ഐസിയുലാണെന്നറിഞ്ഞ ഉടൻ തന്നെ ജീവിതം അവസാനിപ്പിച്ച് കളയാനല്ല നോക്കേണ്ടത്. അതെ, ഐസിയുലുള്ള ആള് തിരിച്ചു വരും. എന്നാ മരിച്ചു കളയുന്ന ആളുടെ കാര്യം?
സഞ്ജന എന്നോട് പറഞ്ഞത് തെറ്റായിപ്പോയിന്ന് എപ്പോഴും ചിന്തയില്ല അല്ലേ? നിനക്കെന്താ അവളോട് പ്രശ്നം? അവള് നീ കരുതുന്ന പോലൊരു പെണ്ണല്ല, പഠിപ്പും വിവരമുള്ള പെണ്ണാ. അവൾ അറിഞ്ഞ കാര്യം നിന്നോട് ചോദിച്ചു, എന്നിട്ട് അവളെ നീ തിരുത്തിയോ? ഇല്ലല്ലോ. പകരം അതങ്ങ് വിശ്വസിച്ചു. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കണക്കാ. മതി അമ്മ, ഇത് കുടിക്കാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. മോൾ എഴുന്നേക്കുന്നത് വരെ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചേ പറ്റൂ. കഴിക്ക. എന്നോട് വഴക്കിടാതിരുന്ന് അമ്മയ്ക്ക് ബോറടിച്ചോ? അങ്ങനെയൊന്നും പറയാതെ മോളെ. മതി അമ്മ. അമ്മ ഇപ്പൊ എനിക്ക് വേണ്ട. ഇതുകൂടി. ഞാനും അമ്മയെ സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് അച്ഛനറിയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് സ്നേഹിക്കുന്ന അമ്മയും മോളും ഈ ലോകത്ത് ഞങ്ങൾ മാത്രമേ കാണൂ. അമ്മ വിഷമിക്കണ്ട. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റാലേ നമുക്ക് പൂർവാധികം ഭംഗിയോടെ വീണ്ടും അടി തുടങ്ങാം. അച്ഛൻ എന്തിനാ മാറിയിരിക്കുന്ന? ഒന്നിങ്ങോട്ട് വാ അച്ഛാ. അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് ധൃതി പിടിച്ച് ഓടി വന്ന്? മാരേജ് ഫിക്സ് ചെയ്തിട്ട് വന്നാ പോരായിരുന്നു? അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ കഴിയോ മോളെ? അച്ഛൻ നെഞ്ചുപൊട്ടി ഓടി വരുമ്പോ എന്റെ മോള് കിടക്കുന്ന കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. എന്റെ അച്ഛനെ യാത്രയാക്കിയിട്ട് അച്ഛൻ തിരിച്ചു വരാതെ ഈ മോളി ലോകം വിട്ട് പോവോ? ദൈവമുണ്ടെന്ന് എനിക്കിപ്പോ ബോധ്യായി. ആരൊക്കെയോ ചെയ്ത മുൻജന്മ സുഹൃത്തും. അതിന്റെ ഫലം എന്റെ മകളിലൂടെ ഞാൻ അനുഭവിക്കുക. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? രാജകുമാരൻ എത്തിയല്ലോ. മുത്തശ്ശ, അച്ഛരിക്കേ. എന്റെ മോള് മുത്തശ്ശനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അച്ഛനും അമ്മയും പേടിച്ചു പോയത് സ്വാഭാവികം. മംഗലശ്ശേരി ഗംഗാധര പണിക്കര് പേടിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അതെന്താ മോള് അങ്ങനെ പറഞ്ഞത്? മംഗലശ്ശേരി വീടിന്റെ മരുമകളാവേണ്ടത് ആരാ? ഞാനല്ലേ? മോളല്ലാതെ പിന്നെ ആരാ? ഞാൻ പോയാലേ മംഗലശ്ശേരിക്കൊരു മരുമകൾ ഉണ്ടാവില്ലെന്ന് മുത്തശ്ശൻ അറിയില്ലേ? ആ നിലയ്ക്ക് ഞാൻ ഈ ലോകത്ത് നിന്ന് പോയില്ലെന്ന് മുത്തശ്ശന് ധൈര്യമായിട്ട് വിശ്വസിച്ചൂടെ? ഇവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൂടായിരുന്നു? മോള് പറഞ്ഞ സത്യമാ. നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ഉദ്ദേശവും തന്നെയാ. അത് ദേവി അനുവദിച്ചു കൊടുക്കില്ല. നിങ്ങൾ പോരുമ്പോ എന്റെ അനിയത്തി കൂടെ കൊണ്ടുവരാത്തെന്താ? എനിക്ക് അമ്മൂനൊന്ന് കാണണം. ചേച്ചിന്ന് വിളിച്ചോണ്ടുള്ള
അവളുടെ കരച്ചിൽ മാത്രമേ എന്റെ കാതിലുള്ളൂ. എന്റെ മോളെ അവള് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട വീട്ടിൽ കാണാൻ. വീട്ടിൽ വന്ന പൂജാമുറിയിലും. എനിക്കറിയാം അവള് പ്രാർത്ഥനയിലാണെന്ന്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്റെ പിന്നാലെ അവളും വന്നേന്. ഞാൻ ഏത് ലോകത്ത് പോയാലും എനിക്ക് കൂട്ടായി എന്റെ അനിയത്തിയും കാണും. മുത്തശ്ശൻ അമ്മൂനോട് പറയണം അവളുടെ പ്രാർത്ഥനകളൊക്കെ ഫലിച്ചു എന്ന്. പറയാം മോളെ. നിങ്ങൾ രണ്ടുപേരും തോന്നി ഇവര് സംസാരിക്കട്ടെ. ഇതിന്റെ രണ്ടാം ജന്മം. നിനക്ക് ഒരു ജന്മേ ഉള്ളൂ. അത് നീയും ഞാനും മാത്രമുള്ളതാ. ഞാൻ സഞ്ജുനെ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ? ആ സങ്കടത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നിനക്കൊന്നും അറിയേണ്ടതില്ലായിരുന്നു. വേദനകളൊക്കെ എനിക്ക് തന്നു. നിന്നെ ഞാൻ ഇതുപോലെ മിസ് ചെയ്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇതുപോലെ പ്രണയിച്ച നിമിഷങ്ങളുമില്ല. സഞ്ജു, ഞാനൊന്ന് ചാരിയിരുന്നോട്ടെ. സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആരും പോവില്ല അല്ലേ സഞ്ജു? പോകുന്നവരുണ്ടാവാം. പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല സ്വാതി. സഞ്ജുവിനോട് ഞാനൊരു കള്ളം പറഞ്ഞു. അമ്മുവിന്റെ വിവാഹ ആൽബം കൊറിയറിൽ വന്നത് വാങ്ങാനാ ഞാൻ പോയത്. അതിവിടെ ആരോ പറയുന്ന കേട്ടോ. എനിക്കതൊന്ന് തുറന്നു കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. എന്റെ കൈവിട്ടത് എവിടേക്കോ പോയി. നീ അതൊക്കെ മറക്ക് സ്വാതി. അമ്മ ആവശ്യപ്പെടാത്തതും അവൾ ആഗ്രഹിക്കാത്തതുമായ വഴികളിലേക്ക് നീ ഇനി പോകരുത്. അത് കയ്യിൽ കെട്ടിയിട്ടും തുറന്നൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതാ സഞ്ജു എന്റെ സങ്കടം. നിന്നെയും പ്രഭയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്നറിഞ്ഞ പ്രഭ പിഴുതരാതെ പോയത്. ഞങ്ങളെ വേർപെടുത്താനാണെങ്കിലും കൂട്ടിച്ചേർക്കാനാണെങ്കിലും ഈ ഭൂമിയിൽ മൂന്നാമതൊരാൾക്ക് കഴിയില്ല ചേ. ആരുടെ അനുവാദമോ ആശീർവാദമോ ഇല്ലാതെ ജീവിതം ആരംഭിച്ചവരാ ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ പ്രഭ ഇങ്ങനെ ഒരു പിടിവാശി പോയി നിന്നാലോ മോളെ? ഈ വിഷയത്തില് അച്ഛൻ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലേ. അത് മറ്റൊന്നും മനസ്സിൽ വെച്ചല്ല ചേ. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് ആ ജീവിതം അടുത്തു തുടങ്ങിയ പിന്മാറാനും അവകാശമുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അച്ഛനത് പ്രഭയോട് സംസാരിക്കൊന്നും വേണ്ട. പക്ഷേ ഇത് വഷളാകാൻ ഞാൻ സമ്മതിക്കില്ല. നീയായി ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ശ്രീകുട്ടിക്ക് വേണ്ടി എന്ത് സഹിക്കാൻ നീ തയ്യാറാവണം. നിനക്കറിയാവല്ലോ മോളെ, നമ്മളൊഴുകിയ കണ്ണീര്. ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. ഇല്ല അച്ഛാ. കുനിയാൻ കഴിയുന്നിടത്തോളം ശിരസ് ഞാൻ താഴ്ത്തുന്നുണ്ട്. നിന്റെ ഭാഗം ശരിയാണോ മറ്റൊരാളുടെ ഭാഗം ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള സമയമല്ലിത്. ശ്രീകുട്ടിയുടെ ആഗ്രഹത്തിന് നീ എതിര് നിൽക്കരുത്.
അച്ഛൻ സംസാരിച്ചു വരുന്നത് അമ്മുവിലേക്കല്ലേ? നീ എത്ര തന്നെ മത്സരിച്ചാലും അമ്മുവിനെ മംഗലശ്ശേരിയിൽ നിന്നും പറഞ്ഞുവിടാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ അവിടെ ആരും നിനക്കൊരു പിന്തുണ തരാനും പോകുന്നില്ല. നീ നിന്റെ പിടിവാശിയായി നിന്നാൽ ശ്രീകുട്ടി അത് വകവെച്ചു തരുമെന്ന് നീ കരുതുന്നുണ്ടോ? കുറച്ചു മുമ്പ് അവള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇനിയെങ്കിലും ആ പാവം പെണ്ണിനോടുള്ള വെറുപ്പ് നീ മാറ്റിവെക്കേ. അവളെ നിങ്ങളൊക്കെ ന്യായീകരിക്കുമ്പോ എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നത് എങ്ങനെയാണെന്ന് അച്ഛൻ എന്താ ചിന്തിക്കാത്തത്? എത്ര വട്ടം അച്ഛൻ ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നു. ആ പെണ്ണിന് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓട്ടത്തിലല്ലേ അവക്ക് സംഭവിച്ചതല്ല. ഇനിയും ഒന്നിനു പുറകെ ദുരന്തങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കണോ അച്ഛ? വേലക്കാരി പെണ്ണിനെ മോളാക്കി വെച്ചുകൊണ്ടുള്ള മംഗലശ്ശേരിക്കാരുടെ നാടകത്തിൽ പങ്കെടുക്കാൻ കാഞ്ചനെ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ മകളെയും കൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോയിക്കോളാം. അതിന് പ്രഭയുടെ സമ്മതം നിനക്ക് വേണ്ടി. ഈ അവസ്ഥയിൽ ശ്രീകുട്ടിയെ പ്രഭ നിനക്ക് വിട്ടുതരുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ സമാധാനത്തിന് വേണ്ടി അച്ഛൻ പറയുന്നത്. ശ്രീകുട്ടിയെ അമ്മുവിൽ നിന്നും അകറ്റാൻ നിനക്ക് കഴിയില്ല. അമ്മു വീട് വിട്ടിറങ്ങിയപ്പോ കൂടെ ബാഗും എടുത്തിറങ്ങിയവളാ ശ്രീകുട്ടി. ആദ്യം നീ മറന്നു പോകരുത് മോളെ. അന്ന് നീ ഒറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. അമ്മു ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടെങ്കിലല്ലേ അച്ഛ അവക്ക് കൂടെ ഇറങ്ങാൻ പറ്റൂ. അച്ഛൻ അതൊന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ടേ. ഇനി ഞാൻ നിന്നോട് എന്ത് പറയാന്? പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ. നിന്നെ ഓർത്ത് 26 വർഷം കണ്ണീരൊഴുക്കിയ ഒരു അച്ഛനും അമ്മയുണ്ട്. നിന്റെ മകളെപ്പോലും നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ആ വിധി നിനക്കുണ്ടാവരുത്. അച്ഛന്റെ പ്രാർത്ഥനയാ മോളെ. അച്ഛാ, ശ്രീകുട്ടിയെ ഡ്രസ് ചെയ്യുക. സഞ്ജു അച്ഛനെ കാത്തു നിൽപ്പുണ്ട്. അച്ഛൻ പോയിക്കോ. ആ അച്ഛന്റെ സംസാരം കുറച്ചൊക്കെ ഞാനും കേട്ടു. സ്വന്തം മകളെ ശപിക്കാനുള്ള മനസ്സ് ഒരച്ഛനും ഉണ്ടാവില്ല. പക്ഷേ മക്കളെ ഓർത്ത് വേദനിച്ച് മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും ചൂട് കൂടുതലാണ്. ഓ, ഉപദേശത്തിന് നന്ദി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയതേ ഒരു തിരിച്ചുപോക്കായിട്ട് പ്രഭ കരുതണ്ട. 27 വർഷം മുമ്പ് ആ വീട് വിട്ടിറങ്ങിയ മനസ്സ് തന്നെയാ കാഞ്ചനിക്ക് ഇന്നും ഉള്ളത്. മംഗലശ്ശേരിയിൽ നിന്ന് ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ മകൾക്ക് ഭർത്താവായി സഞ്ജുവിനെ. അതിനെനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ജന്മം നിനക്കൊരു മാറ്റം വരില്ല കാഞ്ചന. ഞാൻ എങ്ങനെ മാറാന്? പ്രഭേ, കാഞ്ചന എന്നും കാഞ്ചന തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിനൊക്കെ എന്ത് വിലയുള്ളത്? എന്റെ മകളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളുടെ അവകാശിയും ഞാൻ തന്നെ. മക്കള് പലതിനും ശാഠ്യം പിടിക്കും. പക്ഷേ അവരെ അർഹിക്കുന്നതേ അനുവദിച്ചു കൊടുക്കാവൂ. എന്റെ മകൾക്ക് ഞാൻ പ്രസവിക്കാത്തൊരനിയത്തി വേണ്ട.